വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ അമ്മയുടെ കൂടെ വന്നവർ പറയുന്നുണ്ട്, ഈ അമ്മയാണെങ്കിൽ രാവണൻകോട്ട രതീഷിൻ്റെ മുത്തശ്ശിയാണ്, അവിടെ വിവരം അറിയിച്ചിട്ടില്ല, വിവരം അറിയിച്ചാൽ എന്താണ് സംഭവിക്കുകയെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് ഞാൻ അടങ്ങി മാന്യമായിട്ട് പെരുമാറുന്നത്, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് അയാൾ ശിവൻ്റെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. അന്നേരം ശിവനാകെ ദേഷ്യം വരുന്നുണ്ട്. എന്ന് ശിവനാണെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കുകയാണ്. എന്നിട്ട് എന്താ ശിവ എന്നും പറഞ്ഞ് ശാലിനി ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം കുട്ടികളെയും കൊണ്ട് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഒരു അമ്മയ്ക്കാണ് ആക്സിഡൻറ്റ് പറ്റിയ കുഴപ്പമൊന്നുമില്ല, കമലിനെ വീട്ടിൽ സ്കൂളിലേക്ക് കൊച്ചുങ്ങളെ അയച്ചു, പക്ഷേ സമയം വൈകുന്നതുകൊണ്ട് പരീക്ഷ എഴുതാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് അവനാണെങ്കിൽ അവരെയും കൂട്ടി ഇവിടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അല്പം സീനാണ്, അവരെ ബന്ധുക്കളാകെ വയലൻ്റ് ആണ് എന്നിങ്ങനെ പറയുമ്പോൾ ശരി ഞാനിപ്പോൾ അങ്ങോട്ടത്തേക്ക് എത്താമെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ഇവിടെയാണെങ്കിൽ അവർ വീണ്ടും ശിവനോട് തട്ടിക്കയറുകയാണ്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ അവിടെ ഇച്ചിരി ഒന്നും തള്ളൊക്കെ ആവുകയാണ്. അന്നേരം ഇതാ ശിവൻ്റെ സർജറി ചെയ്ത ഡോക്ടർ അകത്ത് നിന്ന് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. മഹേന്ദ്ര സാറിൻ്റെ മകനാണല്ലോ എന്നും പറഞ്ഞ് ഇവരെ പിടിച്ച് മാറ്റുന്നുണ്ട്. അന്നേരം എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു പാവയമ്മയെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് അവനാണെങ്കിൽ അവന് നമ്മളെ തല്ലണമെന്ന്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ തല്ലും വഴക്കുമെന്നൊരു പ്രശ്നത്തിന് ഒരു പരിഹാരമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഞാൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കി എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഡോക്ടറാണെങ്കിൽ ഫോൺ എടുത്ത് അല്പം അങ്ങോട്ട് മാറി നിന്ന് മഹേന്ദ്രനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം മഹേന്ദ്രൻ ഇങ്ങനെ കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു ആക്സിഡൻറ്റ് കേസിൽപ്പെട്ട മകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു വൃദ്ധയായ അമ്മയെ വണ്ടി ഇടിച്ചതാണ്. അവരുടെ ബന്ധുക്കളാകെ വയലൻ്റാണ്. ശിവൻ്റെ ഹാർട്ടിൻ്റെ സ്ഥിതി അറിയാവുന്നതുകൊണ്ട് വിളിക്കുന്നതാണ്. അവൻ്റെ ഹൃദയം, അവനിൽ ഇരിക്കുന്ന ഹൃദയം അവൻ്റേതെല്ലാം അവൻ അറിയാത്തിടത്തോളം കാലം നമ്മൾ സൂക്ഷിച്ചേ മതിയാവും. സംഘർഷാവസ്ഥയിൽ പോകുന്നതിന് മുന്നേ ഇത് പ്രശ്നം പരിഹരിക്കണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ എത്താമെന്ന് പറഞ്ഞ് മഹേന്ദ്രനും ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ഇവിടെയാണെങ്കിൽ ഡോക്ടർ പറയുന്നുണ്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അന്നേരം എന്ത് പ്രശ്നമൊക്കെ ശരി തന്നെ, പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇവനിവിടെ നിന്ന് പോകാൻ പാടുള്ളൂ, അല്ലാതെ ഇവനെ ഇവിടെ നിന്ന് വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ശിവൻ ഇങ്ങനെ ശ്രദ്ധിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ വീണ്ടും ഈ കുഞ്ഞിനെ കുറിച്ച് ഓരോന്നിങ്ങനെ പറഞ്ഞ് കയറ്റുകയാണ്. ഈ പിള്ളയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പണ്ടൊരു ആളുണ്ടായിരുന്നു, കണ്ണേറ് ശങ്കരൻ എന്നാണ്. ഒരു മാവിലിങ്ങനെ മാങ്ങ മൊത്തം കായ്ച്ചു കിടന്നപ്പോൾ അയാൾ നോക്കിയിട്ട് പറഞ്ഞു ഒരില പോലും കാണാനില്ലല്ലോ എന്ന്. അതോട് പിറ്റേ വർഷം തൊട്ട് ഒന്നും അതിൽ കായ്ച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചിലർ നമ്മൾ കണ്ടിട്ട് പോകില്ല, അയാളെ കണ്ടുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല എന്ന്. അതുപോലെ തന്നെയാണ് ഈ കൊച്ചിൻ്റെ അവസ്ഥ എന്നും പറഞ്ഞ് കൊച്ചുകൊണ്ട് ലോകം അവസാനിക്കുമെന്നല്ല, നമ്മൾ സൂക്ഷിക്കണം അത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുക. ഇതുമല്ല ഇതിനപ്പുറം ഇവിടെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർ സത്യഭാമ ഇങ്ങനെ കേട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് കമലിനാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് ഓട്ടോയിൽ എത്തുന്നുണ്ട്. അന്നേരം ഇതെന്താ കുട്ടികൾക്കൊന്ന് പഠിത്തമില്ലേ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുക. അന്നേരം പഠിത്തമല്ല പരീക്ഷ എന്ന് പറയുകയാണ്. അന്നേരം രണ്ടായാലും നടന്നിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടികളോടി അകത്തേ കയറുന്നുണ്ട്. അന്നേരം ഇവരെന്താ ഓട്ടോയിൽ, നീ എന്തിനാ അവരെ കൊണ്ടുവന്നത്, ശിവൻ വണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആണെങ്കിൽ പെട്ടെന്ന് കമലം പറയുന്നുണ്ട് അത് വിഷ്ണു എന്ത് ചെയ്യുന്നത് തന്നെയാണ് രാഘവൻ നായർ ചോദിക്കുന്നത്. അന്നേരം അങ്ങനെ തന്നെ പറയുന്നുണ്ട്, വിഷ്ണു അച്ഛൻ്റെ വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ സത്യഭാമ അയ്യോ എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം ആ ഒരു തള്ളയെടുത്ത് കുറുക്ക് ചാടിയതാണ്, അവരെയും കൊണ്ട് ആശാൻ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം അതിന് നീ എന്തിനാ കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ഭാമ ചോദിക്കുമ്പോൾ ഞാൻ അവരെ സ്കൂളിൽ കൊണ്ടുപോയതാണ്, അപ്പോൾ സമയം താമസിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, പിന്നെ അവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഇനി പോകുന്നു എന്ന് പറയുകയാണ്. അന്നേരം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഇത്തിരി കഴിയുമ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും പിള്ള പറയുകയാണ് ഇതല്ല ഇതിനപ്പുറം ഇവിടെ സംഭവിക്കും, അങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ പോകുക, ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ തള്ള തട്ടിപ്പോകാനും സാധ്യതയുണ്ടെന്ന് പറയുക. അന്നേരം രാഘവൻ നായർ ദേഷ്യപ്പെടുന്നുണ്ട്, തൻ്റെ കരുനാക്കിടത്തൊന്നും വളയ്ക്കാതിരിക്കടോ, എൻ്റെ കൊച്ചിനാണ് പോയിരിക്കുന്നത്, ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുന്നത്, തന്നെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ രാഘവൻ നായർ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയം അവിടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വീണ്ടും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ആ അമ്മയ്ക്ക് 6 മാസം കഴിയാനുള്ള തുക കൊടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം അതിന് അവർക്ക് കാര്യ പരിക്കൊന്നുമില്ലല്ലോ, ചെറിയ മുറിവ്, അതിൽ മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും പറഞ്ഞാൽ പോലെ മര്യാദയ്ക്ക് കാശ് എടുക്കണമെന്ന് പറയുമ്പോൾ അതൊന്നും തരാനായിട്ട് പറ്റില്ല, നിങ്ങൾ വേറെ ആളിനെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ശിവനെ അങ്ങോട്ട് തിരിയുമ്പോൾ അവരങ്ങോട്ട് ശിവനെ അങ്ങോട്ട് കടന്ന് പിടിക്കുകയാണ്. എന്നിട്ട് ഷർട്ടിനൊക്കെ പിടിക്കുന്നുണ്ട്, അവിടെ ഒന്നും തള്ളൊക്കെ ആവുന്നുണ്ട്. അന്നേരം ഇത് കണ്ടുകൊണ്ടാണ് മഹേന്ദ്രൻ കാറിൽ വന്ന് ഇറങ്ങുന്നത്. അന്നേരം എന്താന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ നിൽക്കുന്നവർക്ക് മഹേന്ദ്രനെ അറിയാം, പക്ഷേ ശിവൻ മകനാണെന്ന് അറിയില്ല. അന്നേരം സാറേ ഇവനാണെങ്കിൽ ഒരു അമ്മയുടെ ദേഹത്തുകൊണ്ടൊന്ന് വണ്ടി ഇടിച്ചു, എന്നിട്ട് ന്യായം പറയുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇത് എൻ്റെ മകനാണ്, ഇവൻ മൂലം എന്ത് നഷ്ടം ഉണ്ടായാലും ഞാനത് പരിഹരിക്കാമെന്ന് പറയുകയാണ്. അന്നേരം ചുമ്മാ അതങ്ങ് പറഞ്ഞാൽ പോരാ, അത് പരിഹരിക്കണമെന്ന് പറയുകയാണ്. അന്നേരം എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ലീഡറുണ്ട്, ലീഡർ വന്നതിന് ശേഷം തീരുമാനിക്കാം. അന്നേരം ആര് വന്നാലും ഒരു മാന്യമായ രീതി ഉണ്ടാവുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങളെപ്പോലെ ക്ഷമയൊന്നും ലീഡർക്ക് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വരട്ടെ എന്നിങ്ങനെ പറഞ്ഞ് മഹേന്ദ്രൻ നിൽക്കുകയാണ്. അന്നേരം ശിവൻ എതിർത്തൊന്നും പറയുന്നില്ല, മഹേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഈ സമയത്ത് ഈ ലീഡർ
എന്ന് പറഞ്ഞ ആളൊരു ബൈക്കിൽ ഇങ്ങനെ ഒരാളുടെ പുറകെ ഇരുന്ന് വരുന്നുണ്ട്. അന്നേരം മഹേന്ദ്രനെ കണ്ട ഉടനെ അയ്യോ സാറിൻ്റെ കേസായിരുന്നോ ചോദിക്കുകയാണ്. അന്നേരം അതെ ഇത് ഇവനൊരു അബദ്ധം പറ്റിയതാണ്, എൻ്റെ മകനാണെന്ന് പറയുമ്പോൾ ശിശുപാല എന്ന് വിളിക്കുകയാണ്. അന്നേരം മറ്റേ നേരത്തെ ബഹളം ഉണ്ടാക്കിയവരോട് ഈ ശിശുപാലൻ പറയുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ഇത് ഞാൻ ഭരിച്ചോളാം, സാറ് നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറയുന്നുണ്ട്, സാർ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ശിശുപാലനാണെങ്കിൽ മഹേന്ദ്രനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ശിവനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ശിവൻ അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ശാലിനിയുടെ വണ്ടി എത്തുന്നുണ്ട്. തുടർന്ന് ശാലിനി ശിവനോട് ചോദിക്കുന്നുണ്ട് ആക്സിഡൻറ്റിൽപ്പെട്ട അമ്മയെ എവിടെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അകത്താണ് എന്ന് പറഞ്ഞിട്ട് റൂമിലാണെന്ന് പറഞ്ഞിട്ട് ശിവൻ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവരെ കാണിക്കുന്നുണ്ട്, അവർ അടുത്തൊരു ബന്ധു നിൽപ്പുണ്ട്. അന്നേരം നമുക്ക് എപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ ഈ അമ്മ ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഒരു പറയുകയാണ്. തുടർന്ന് ശാലിനി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം പുറത്തു നിന്നൊരു പറയും കളക്ടറൊക്കെ എത്തുന്നുണ്ട്, എന്തെങ്കിലും നടക്കും എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ശാലിനി ചെന്ന അമ്മയോട് പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ കളക്ടറാണ്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ കുഴപ്പം കൊണ്ടാണ് സാറേ ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ അശ്രദ്ധയോടെ വണ്ടി റോഡ് മുറിച്ച് കടന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഈ മോൻ്റെ കയ്യിൽ തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ നോക്കുകയാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് മഹേന്ദ്രനാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ അവിടെ നിന്നിട്ട് എല്ലാവരോടും ശിവനെ നോക്കി തന്നെ പറയുന്നുണ്ട്, നിനക്ക് മുമ്പ് നെഞ്ചുവേദന വന്നൊരു ഓപ്പറേഷൻ നടത്തിയത് അറിയാമല്ലോ, പിന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ ഓടി വന്നത്, എൻ്റെ മകൾ നിൻ്റെ സംരക്ഷണയാണല്ലോ എന്ന് കരുതിയിട്ടാണ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ അനാഥയായി പോയില്ലേ അതുകൊണ്ട് വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഡോക്ടർ എത്തുന്നുണ്ട്. എന്നിട്ട് മഹേന്ദ്ര സാറേ വന്നാട്ടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം ഈ നെഞ്ചുവേദന ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ശാലിനിനെ ശ്രദ്ധിച്ചിട്ട് ഈ ഡോക്ടറുടെ മഹേന്ദ്രൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ എങ്ങനെയുണ്ട് അമ്മയെന്നൊക്കെ തിരക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് അവർ കിടക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ മഹേന്ദ്രനോട് പറയുന്നുണ്ട് ശിവൻ്റെ ശരീരത്തിലിരിക്കുന്ന മറ്റൊരാളുടെ ഹാർട്ടാണ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, പറയാനല്ലേ പറ്റൂ, ഇനിയിപ്പോൾ വരുന്നത് പോലെ വരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇത് കേട്ട് ശാലിനി ഇങ്ങനെ ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ മഹേന്ദ്രൻ്റെ ഫോൺ വന്ന് മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ശിവൻ്റെ ഹൃദയം മാറ്റി വെച്ചതാണോ ചോദിക്കുമ്പോൾ ഏത് ശിവൻ എന്നറിയാത്ത രീതിക്ക് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ മഹേന്ദ്രൻ്റെ മകൻ ശിവൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്കറിയില്ല എന്നങ്ങ് പറയുന്നുണ്ട്. അന്നേരം ഞാൻ കളക്ടറാണെന്ന് പറയുമ്പോൾ എനിക്കറിയാം, പക്ഷേ ഞങ്ങൾക്ക് ചില എത്തിക്സ് ഉണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അന്നേരം നിങ്ങൾ മഹേന്ദ്രനോട് പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടതാണ്, എനിക്ക് ഒറ്റ കാര്യമേ അറിയേണ്ടതായുള്ളൂ, ആരുടെ ഹാർട്ടാണ് ശിവൻ വച്ചിരിക്കുന്നതെന്നുള്ളത്. അന്നേരം എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞൊഴിയുകയാണ്. ശരി ആയിക്കോട്ടെ, നിങ്ങളുടെ കാര്യം പറഞ്ഞ് എനിക്ക് എൻ്റേതായ വഴി നോക്കാമല്ലോ എന്നും പറഞ്ഞ് ശാലിനിയാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് മാറിയിട്ട് രേഷ്മയാണ് ഫോൺ ചെയ്യുന്നത്. അന്നേരം കിട്ടുന്നില്ല. രേഷ്മ എടുക്കുന്നില്ലല്ലോ, മെസ്സേജ് അയക്കാമെന്നും പറഞ്ഞ് ശാലിനി എന്തോ മെസ്സേജ് അയക്കുകയാണ്. ഡോക്ടർ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ചിന്തിക്കുന്നുണ്ട് ആരുടെ ഹാർട്ടായിരിക്കും ശിവനിലിരിക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം ശാലിനി ആ അമ്മ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ അവരോട് പറയുക ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയാൽ എന്ത് സഹായത്തിന് ഞാനുണ്ടാകും, അമ്മയ്ക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ, എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ശാലിനി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ശിവനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ശിവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ശിവനിങ്ങനെ കുറേ നേരം നോക്കിയിട്ട് എന്ത് പറ്റി ശാലിനിയും ചോദിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ടെങ്കിലും ശാലിനിക്ക് എന്തോ മനസ്സിലായ കാര്യങ്ങൾ പോലെ അന്ന് ആ ഒരു വിഷ്ണുവിൻ്റെ കർമ്മം ചെയ്യാനായിട്ട് ശാലിനിയും ശാരദാമ്മയും ഒക്കെ കൊച്ചുങ്ങളെ കൊണ്ട് ചെയ്യാൻ പോയപ്പോൾ ശിവൻ അവിടെ ആ ഒരു വേദന എന്ന പോലെ വന്ന് വീണ കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയുടെ ആ റൂമിലേക്ക് ഒരിക്കൽ വന്നിട്ട് പിന്നെ വിഷ്ണുവിൻ്റെ ആ ഫോട്ടോയിൽ ഇങ്ങനെ പിടിക്കാൻ നോക്കിയതൊക്കെ ശാലിനി ഓർമ്മിക്കുകയാണ്. എന്നിട്ട് ശിവനെ തന്നെ കുറേ നേരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവനിലിരിക്കുന്നത് എന്നൊരു തോന്നൽ അവിടെ ശാലിനിക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ശാലിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അകപ്പാട് ശിവനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി ഓർമ്മിക്കുന്നുണ്ട് അന്ന് ആ കർമ്മം ചെയ്യാൻ പോയപ്പോൾ തിരുമേനി പറഞ്ഞത് ഈ മരിച്ച ആളിൻ്റെ ജീവനുള്ള ഹൃദയം എവിടെയോ ജീവൻ എവിടെയോ തുടിക്കുന്നുണ്ട് എന്നതൊക്കെ പറഞ്ഞ് ശാലിനി ഓർമ്മിക്കുന്നുണ്ട്. അന്നേരം ഒരുവിധം ശാലിനിക്ക് അവിടെ മനസ്സിലായെന്ന പോലെ തന്നെയാണ് കാണിക്കുന്നത്, വിഷ്ണുവിൻ്റെ ഹൃദയമായിരിക്കണം ശിവനിലിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നുള്ളത് ശാലിനിക്ക് ഇവിടെ ഒരു ചെറിയ ഇത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. തുടർന്നാണെങ്കിൽ അവിടെ ശാന്തയാണെങ്കിൽ വീട്ടിലവിടെ കുഞ്ഞിനെ ഉറങ്ങി ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാജേന്ദ്രൻ അവിടെ ഫാമയുടെ വീടിൻ്റെ വെളിയിലെത്തുന്നുണ്ട്. എന്നിട്ട് ആ പടിപ്പുര അതിൽ തുറന്നകത്തേക്ക് കയറിയിട്ട് ശാന്തയെ ഫോൺ ചെയ്യുകയാണ്. അങ്ങനെ ശാന്ത അതിന് മുന്നേ വിചാരിക്കുന്നുണ്ട് ഈ കൊച്ചിനെ ഞാൻ എങ്ങനെയാണ് കയ്യിലേക്ക് കൊടുക്കുക എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് രാജേന്ദ്രൻ ഫോൺ വിളിക്കുന്നത്. ഞാൻ വീടിൻ്റെ പുറത്തുണ്ട്, നീ കൊച്ചിനെ കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അന്നേരം എങ്ങനെയാണ് കൊണ്ടുവരിക, അതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊച്ചിനെ കുളിപ്പിച്ചേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുളിപ്പിക്കുക എന്ത് വേണം ചെയ്ത് ഇന്ന് ഞാൻ കുഞ്ഞിനെയും കൊണ്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ശാന്തയങ്ങ് ആദ്യം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്നെ കൊലയ്ക്ക് കൊടുക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് ശാന്ത ഇരിക്കുമ്പോൾ വീണ്ടും രാജേന്ദ്രൻ ഫോൺ ചെയ്യുന്നുണ്ട്, കുഞ്ഞിനെയും കൊണ്ടേ പോകണമെന്ന് പറയും. അന്നേരം നീ എന്താ കാര്യം പറയുന്നതിന് കട്ടാക്കിയത്, ഇന്ന് കൊണ്ട് കൊടുക്കണം, നിനക്ക് എൻ്റെ മരണമാണോ ആഗ്രഹിക്കുന്നത്, എരിഞ്ഞ പട്ടട വീട്ടിന് വേണ്ടി കത്തുന്നതാണോ നിനക്ക് വേണ്ടത് എന്നൊക്കെ, അതുകൊണ്ട് മര്യാദയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറയാതെ കുറുക്ക് പോലും കൊടുത്തിട്ടില്ല, കുഞ്ഞിനെ എങ്ങനെയാണ് താഴേക്ക് കൊണ്ടുവരുന്നത്, ആരെങ്കിലും കണ്ടാൽ തീർന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ട, നീ കൊണ്ടുപോകാമെന്ന് രാജേന്ദ്രൻ ഇഷ്ടപ്പെടുമ്പോൾ ശരി കൊണ്ടുവരാമെന്നും പറഞ്ഞ് ശാന്തയെ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് വരികയാണ്. എന്നിട്ട് സിറ്റ് ഔട്ടിലെത്തുമ്പോൾ രാജേന്ദ്രനായ പടിപ്പുര വാതിലിനിടയ്ക്ക് കാണുന്നുണ്ട്. തുടർന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങാൻ
ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് രാജേന്ദ്രൻ അതിലടച്ച് പെട്ടെന്ന് അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ശാലിനി കാണുന്നില്ല. തുടർന്ന് ശാലിനി ഓടി വന്ന് അച്ചോടാന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുകയാണ്. അന്നേരം ഇവിടെ കാണാതെ എനിക്ക് ഓഫീസിൽ ഇരിക്കാനേ വൈദ്യ, അതിപ്പോൾ ശാരിയേച്ചിയുടെ മോളല്ല എൻ്റെ മോളാണെന്ന് പറയുമ്പോൾ ശാന്ത ഈ രാജേന്ദ്രനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മിക്ക കുട്ടികൾക്കും അമ്മമാരേക്കാൾ പ്രിയം കുഞ്ഞമ്മമാരോടായിരിക്കും, ഇതും ചിലപ്പോൾ കുഞ്ഞമ്മ മോളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞിനടുത്ത് ലാളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ രാജേന്ദ്രനാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇവിടെ നിന്ന് കാണണമെന്നാണ് പറഞ്ഞത്, കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ എൻ്റെ കൂടെ തിരിഞ്ഞ് പോരണമെന്നൊക്കെ കുഞ്ഞിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ടങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാന്ത ഇങ്ങനെ നോക്കുമ്പോൾ രാജേന്ദ്രനാണെങ്കിൽ കുഞ്ഞിനെ കിട്ടില്ല എന്ന് മനസ്സിലങ്ങ് അതിലടച്ചങ്ങ് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശാന്തേച്ചി ഇനി വന്നേന്ന് ശാലിനി വിളിക്കുമ്പോൾ ആദ്യം ശാന്ത അകത്തേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് നോക്കുന്നുണ്ട്. അതിനോടകം രാജേന്ദ്രൻ കുഞ്ഞിനെ കിട്ടില്ല എന്ന് വന്ന നിരാശനായിട്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ശാന്ത ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ശാലിനി ആണെങ്കിൽ ആ ഒരു ആരുടെ ഹൃദയമാണ് എന്നുള്ളത് അന്വേഷിച്ചറിയാനുള്ള തത്രപ്പാടിലായിരിക്കും. അപ്പോൾ രേഷ്മയെ വിളിച്ച് ചോദിക്കുമ്പോൾ രേഷ്മ ഇനി സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ശാരദാമ്മ പറഞ്ഞതല്ലേ പറയണ്ട എന്നുള്ളത്, അതൊക്കെ ഇനി അറിയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.